Assalamualaikum, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കുഞ്ഞുമാടെ വീട്ടിലാണ്, അക്കോടുമാണ് അനിയത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെയും കൂടെ എൻ്റെ ഒരു ഡേ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഞാനും ഒപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ വീട്ടിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ല, ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. സോ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. ഞാൻ കുളിച്ച് റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ കുഞ്ഞുമ്മാടെ സ്പെഷ്യലാണ് ഇന്ന് ബീഫ് കറി വെക്കുന്നത്. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ പെരട്ട് പോലെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യുന്നത്, ഒരു ചെറിയ ഒരു ഗ്രേവി പോലെ. പിന്നെ ഗീ റൈസുമാണ് അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ കാഷ്യൂ, മുന്തിരി, പിന്നെ പട്ട, കറിയാകുമ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉരുളിയിലാണ് നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകിയ കശുവണ്ടി മുന്തിരിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് ഗീ റൈസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ സിമ്പിൾ തന്നെയല്ലേ. ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ കുറച്ച് വേറെ കളറായിരിക്കും അങ്ങനെ. അപ്പോൾ അതേ ഗീ റൈസൊക്കെ അവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പറഞ്ഞ നേരം കൊണ്ട് ഒരു 10-15 മിനിറ്റുള്ളിൽ കണ്ട ഗീ റൈസൊക്കെ ആവില്ല. മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിക്കുള്ളിൽ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് ഇവിടെ ക്യാരറ്റും ക്യൂക്കുംബറും പിന്നെ സവാളയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാലഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമാടെ മോള ആത്തിയാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്തത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ടാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാവും. നമ്മൾ ചോപ്പറിലൊക്കെ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ല രസമല്ല, എസ്പെഷ്യലി സാലഡ്സിനൊക്കെ ഉള്ളത് അടിപൊളിയായിരിക്കും. നമുക്ക് കഴിക്കാനാണെങ്കിലും വളരെ ഇങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇത് ചിക്കൻ കറിക്കുള്ളതായിരുന്നു, ചിക്കൻ വെച്ചാൽ ചിക്കൻ പെരട്ടിനുള്ളതായിരുന്നു. അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചിക്കൻ ഞാൻ കുറച്ച് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നതാണ്. അത് ഒരു ചെറിയ ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്കും എടുത്ത് മാറ്റാം. പിന്നെ സവാള, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ട് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസും നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും, പിന്നെ ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആകും. ഇത് കുറച്ച് നാടൻ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ സോയാ സോസൊക്കെ ഒഴിച്ചാൽ വേറെ ടേസ്റ്റ് ആയിക്കോട്ടെ. പൊറോട്ടയ്ക്കൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേര്, ഞാനും കുഞ്ഞുമാടെ മോളും പിന്നെ ഇത് മാമാടെ മോളാണ് കേട്ടോ, ആലിയ. ഞങ്ങൾ 3 പേരും കൂടെ ലുഡോ കളിച്ചിരുന്നു. അപ്പം അക്കു ഉണ്ടായിരുന്നില്ല, അക്കു പുറത്ത് പോയേക്കണായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കും വരള്ളായിരുന്നു. അങ്ങനെ ഉച്ചയായി. ഫസ്റ്റ് അപ്പോൾ കുഞ്ഞുപ്പയായിരുന്നു വന്നിട്ടുള്ളത്. കുഞ്ഞുപ്പയുടെ ബാക്കിൽ അക്കുവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ടൈം ഒരു 1:45-2 മണിയോടൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ വെയിൽ കുറച്ചൊന്ന് ആറിയ ശേഷം ഞങ്ങളിപ്പോൾ ചാമ്പക്ക പറിക്കാൻ വേണ്ടി പോയി. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വീട്ടിലുള്ള ചാമ്പക്ക പറിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് ഓൾറെഡി പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്ക് സൈഡിലായിട്ട് വരും കേട്ടോ. നല്ല റോസ് കളർ ചാമ്പക്കയാണ്, നല്ല ടേസ്റ്റാണ്. കുരു ഒന്നും ഉള്ളിലില്ല, പക്ഷേ നോക്കിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ചാമ്പയ്ക്കൊക്കെ പറിച്ച് അത് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടം. വെറുതെ കഴിക്കണേക്കാട്ടി നല്ലത്. കുഞ്ഞുമാടെ വീട്ടിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ചാമ്പ മരത്തിൽ മിക്കപ്പോഴും ഞങ്ങൾ പറിക്കാറുള്ളതാണ് കേട്ടോ. ഞാൻ പറിക്കട്ടെ കേട്ടാ. ആരും എൻ്റെ ഇത് ആലി ഇങ്ങനെയാ പറിക്കേണ്ടത് കേട്ടോ. അതെ, നമ്മുടെ മരവും നമ്മുടെ ചാമ്പയും. ഇതാരും എടുക്കല്ലേ ഓരോ പാത്രത്തിലേക്ക്. ഓ കുഞ്ഞുമ്മ പടന്ന് കുഞ്ഞുമ്മളെ കണ്ണിന്റെ ശക്തി മതിയില്ലേ? അതെ, അതിടാൻ വേണ്ടിട്ടാണ്. അവസ്ഥ എന്താണ്, നിനക്ക് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് ചെന്നുണ്ടോ? അയ്യോ എല്ലാ കളയല്ലാതെ വെപ്രാളം വേണ്ട, അതിന്റെ വെപ്രാളം അങ്ങോട്ട് പോണ കാലി പിടിച്ചോ. കളയണോ?
അത് ഇതാണ് ചീന അടക്കണം, അതുകൊണ്ട് താഴത്തേക്ക് ആടിപ്പോയേക്കാം. പഴുത്തടക്കണേന്ന് തോന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ചാമ്പക്കകളൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ഒരൊറ്റ കൊമ്പി നിൽക്കുന്ന ചാമ്പക്ക കയ്യിൽ നിന്ന് വിടാൻ തോന്നുന്നുണ്ടായില്ല. ഭയങ്കര ക്യൂട്ടല്ല, ഇങ്ങനെ റെയർ ആയിട്ടല്ലേ ഇങ്ങനെ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരെണ്ണം കഴിച്ച് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിതൊന്നും എപ്പോഴും കിട്ടണ സംഭവമല്ല. എൻ്റെ ഇവിടെ ഒന്നും നമുക്ക് കൊച്ചിയിലൊക്കെ വളരെ റെയർ ആയിട്ടേ ഇങ്ങനെ കിട്ടാറുള്ളൂ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ കഴിക്കണതാണ്. നല്ല യമ്മി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചാമ്പയ്ക്കായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാം വാഷ് ചെയ്ത് നമ്മൾ ഉപ്പും മുളകും വെളിച്ചെണ്ണയും പിന്നെ വിനീഗർ ഒഴിക്കും. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യും. അത് നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ കോമ്പോ. അപ്പോൾ അത് ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ആ ചാമ്പക്കയുടെ നടുക്ക് തന്നെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പൂ പോലത്തെ. അപ്പോൾ അതൊക്കെ നന്നായിട്ടെല്ലാം വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് നാലാക്കിയിട്ട് ഇതേപോലെ നീരതായിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. മിക്കവരും ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയണേണ്, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആലിയാണ് കേട്ടോ കൈ കൊണ്ട് എല്ലാം മിക്സ് ചെയ്യണത്. എനിക്ക് കൈ എരിയണോണ്ട് ഞാനതിങ്ങനെ മിക്സ് ചെയ്തില്ല. ഞാൻ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാൻ പോയപ്പോൾ അവൾ കൈ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ വരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ വിനീഗറൊക്കെ എന്തായാലും ഒഴിക്കണേ, അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഇതൊക്കെ കഴിച്ച് അങ്ങനെ ചാമ്പക്കയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടെ ലുഡു കളിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. രാവിലെ ഞങ്ങൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കളി നല്ല അടിപൊളിയാണ്. അക്കും കൂടെ ഉണ്ടെങ്കിൽ ഫുൾ കോമഡി ആയിരിക്കും. എല്ലാവരും വെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലുഡു കളിക്കാൻ. ഓൺലൈനായിട്ട് കളിക്കാനും ഇഷ്ടമാണ്, അല്ലാതെ കളിക്കാനും ഇഷ്ടമാണ്. പാലിയായിരുന്നു വിന്നർ, അക്കുമായിരുന്നു ലൂസർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്, 2 പേർക്ക് നടക്കാൻ പറ്റിയ, നമ്മുടെ റെയിൽവേയുടെ തൊട്ടിപ്പുറം തന്നെയായിട്ടുള്ള ചെറിയ ബ്രിഡ്ജുണ്ട്, അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണമായിരുന്നു. അപ്പോഴത്തേക്ക് ഈവനിങ് കുഞ്ഞിപ്പോൾ വന്ന് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, യൂട്യൂബിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ പരിപ്പോടെയും പഴംപൊരിയായിരുന്നു ഉണ്ടായത്. അപ്പോൾ എനിക്കിത് 2 വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ്. അങ്ങനെ ഞാൻ പഴംപൊരി കഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരുമായിട്ട് കുഞ്ഞുമ്മയും എല്ലാവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിട്ട് നിന്ന്. അപ്പോൾ കുഞ്ഞുമ്മയുടെ മൂത്ത മോനുണ്ട് കേട്ടോ, അവൻ ക്ലാസ്സിൽ പോയേക്കുവാണ്. ഈവനിങ്ങേ വരുള്ളൂ. ഈവനിങ് എന്ന് വെച്ചാൽ ഒരു 6 o'clock ഒക്കെ കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവനും കൂടെ വന്ന സമയത്ത് നമുക്ക് പോയിട്ട് പുഴയൊക്കെ കണ്ടിട്ട് പോരാന്ന് അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവൻ ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്തുമ്പോഴത്തേക്കും. ഇന്ന് എവിടെയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെ പോകണം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇരുട്ടിയാലും നമുക്ക് അവിടെ പോയാൽ അത്ര രസം ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു സമയത്ത് വെയിലൊക്കെ ആറിക്കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് പൊറയാറിൽ നിന്ന് ആലുവ വരെയും പോകാമെന്ന് പറയും. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പൊറയാറ് വരാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള റൂട്ടാണ്. നടന്നു വന്നാൽ മതി. 2 പേർക്കും ഇപ്പോൾ കഷ്ടിച്ച് പോകാനുള്ളൊരു പാലം. അങ്ങനെ ഞങ്ങളിപ്പോൾ വെയിലൊക്കെ ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും കൂടെ ഒന്ന് ഇട്ട ഡ്രസ്സ് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിള്ളേർ മാത്രം കേട്ടോ, കുഞ്ഞുമ്മയും കുഞ്ഞുപ്പിയും ഒന്നും വന്നിട്ടുണ്ടായില്ല. പിള്ളേർ മാത്രം കാണും. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്, ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലൊരു വ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മ പോണ പുഴ. നോക്ക്, പുഴയുടെ അരികിലായിട്ട് മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോഴാണ് ഈ ഒരു ചെറിയ പാലം എത്തണത്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുഴ. അവിടെ നമുക്ക് ഇറങ്ങാം, കുളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് 2 പേർക്ക് കഷ്ടിച്ച് നടക്കാൻ പറ്റിയ ചെറിയ പാലം. എങ്ങനെയുണ്ട് നിങ്ങൾ? ഒച്ചയുണ്ടല്ലേ നടക്കുമ്പോ? അടിപൊളി വ്യൂ ആണ്. നോക്കിക്കേ, ഇതിൽ കൂടെ ട്രെയിൻ പോകും. ഇവിടെ നമുക്കിങ്ങനെ നടക്കാം.
ഇവിടെ ഭയങ്കര കാറ്റട്ടോ, നല്ലൊരു എന്താ പറയാ നല്ലൊരു പീസ്ഫുൾ വൈബ്. ട്രെയിനും വന്നിട്ട് ഇവിടെ 2 റെയിൽവേ പാളം ഉണ്ടാ. ഇതിലെ പോണെങ്കിൽ അടിപൊളിയായാലും ഇങ്ങോട്ട് വരും. നോക്കാം, നമുക്ക് നോക്കാം. ട്രെയിൻ പോണത് അത് സ്റ്റേഷനിൽ നിന്ന് പോകാനുള്ളൂ, അതാണ് സ്പീഡ് കുറവ്. ആലുവ സ്റ്റേഷനിൽ നിന്ന് പോരുന്ന ട്രെയിനാണ്. അപ്പോൾ ഈ പാലത്തിൽ കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ ശരിക്കൊരു ഷെയ്ക്കിങ് പോലെ ഉണ്ടാകും കേട്ടോ, നമുക്ക് പേടിയാകും. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഈ ഒരു റെയിൽ പാളത്തിൽ കൂടെ ട്രെയിൻ വന്ന് എൻ്റെ പൊന്നി ഫോണൊക്കെ എന്നുവെച്ചാൽ ഭയങ്കര കാറ്റായിരിക്കുമല്ലോ, ഭയങ്കര കാറ്റും ഫോണൊക്കെ തെറിച്ച് പോകണമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പാലമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുങ്ങണ പോലെ നമുക്ക് തോന്നും. ശരിക്കും പേടിയാകും. ഒരു വട്ടം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും കാറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പാലവും കിടന്ന് കുലുങ്ങും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുഴയുടെ താഴേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ ഒരു സ്റ്റെപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, അങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ശരിക്കും എല്ലാവരും കുളിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരാൾ ചേട്ടനിരുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കലങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുളിക്കാനൊന്നും പറ്റിയായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഹലോ, ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ടൈം ഒരു 6:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകണം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഹാത്തിയുടെ അവിടെ അവളുടെ പ്ലേസ് ആണ്, അതുകൊണ്ട് അവള് സൂപ്പർ. നല്ല അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ പുഴയൊക്കെ കണ്ടേന് ഞങ്ങനെ തിരിച്ചു പോകണം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഒന്ന് ട്രെയിനൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കാറ്റൊക്കെ അടിച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മിന് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ടൈം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വാ. കുഞ്ഞുമ്മയുടെ വീട് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഫുൾ ടൈം ട്രെയിനിൻ്റെ ഒച്ചയാണ് ഇവിടെ വന്നാൽ കേൾക്കണത്. നമ്മളിങ്ങനെ വല്ലപ്പോഴും മാത്രമല്ല ഇങ്ങനെ കേൾക്കണത്. ഇവിടെ ഫുൾ ടൈം ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ അങ്ങനത്തെ ഒച്ചയാണ്. ശരിക്കും അടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ ഞങ്ങൾ പോണ വഴിയാണ് ഇവിടെ അമ്മായിയുടെ വീടുണ്ടായിരുന്നു. ആത്തിയുടെയൊക്കെ അമ്മായിയുടെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ എൻ്റെ ഫേവററ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബിരിയാണി ഒരു വലിയ മുട്ടുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് ഇവിടുന്ന് പറിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വേഗം ഞാൻ പറിച്ചെടുത്ത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തലയെ വെച്ചിട്ട് കിടക്കാൻ പൂ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ വെറുതെ ഇങ്ങനെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ എനിക്ക് കുറച്ച് പറിച്ച് തന്ന് ഞാനും ആലിയും ഒക്കെ കുറച്ച് പറിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമ്മയുടെ മോനും അൽത്താഫ് എന്നാണ്ട് പേര്, അവനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം കറണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ടിൽ വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മാക്സിമം ഇന്നത്തെ ഡേ ഞാൻ കംപ്ലീറ്റ് എന്നാലും ഒരുവിധമൊക്കെ ക്യാപ്ചർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു സിമ്പിൾ വ്ളോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ടൊക്കെ വന്നതിന് ശേഷം അപ്പോൾ ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:45 ആയപ്പോഴാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഓരോ ദിവസത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഇവിടെ എല്ലാം വിരിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഓരോന്നും നന്നായിട്ട് വിരിഞ്ഞ് എന്ത് പോണാണെന്ന് അറിയില്ല. എൻ്റെ ഫേവററ്റ് ആണ് മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഭയങ്കര ഫേവററ്റാണ്. അപ്പോൾ അതെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. സോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. വെറുതെ ഞാൻ സംസാരിച്ചോ, നിങ്ങളൊന്നും സംസാരിക്കണ്ട. ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുള്ളൂ.